മധ്യപ്രദേശിലെ ഓർച്ചയിലെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലെ ചിത്രകല ലോകപ്രശസ്തമാണ്. 16-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനുമിടയിൽ വികാസം പ്രാപിച്ച ബുന്ധേല ശൈലിയിലുള്ള മ്യൂറൽസ് അഥവാ ചുവർ ചിത്രങ്ങളാണ് ഇവിടെ പ്രധാനമായും കാണുവാനാകുന്നത്. പ്രകൃതിദത്തമായ നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പച്ചിലകൾ, കല്ലുകൾ, ധാതുക്കൾ എന്നിവയിൽ നിന്നാണ് ഇവ നിർമ്മിച്ചത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ചിത്രങ്ങളുടെ തിളക്കം നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് അത്ഭുതകരമാണ്. ഇന്ദ്രൻ്റെ കോപത്തിൽ നിന്ന് ഗോപന്മാരെയും പശുക്കളെയും രക്ഷിക്കാൻ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം തൻ്റെ ചെറുവിരൽ ഉയർത്തിപ്പിടിക്കുന്ന ദൃശ്യം ഇവിടെ വളരെ പ്രശസ്തമാണ്. പ്രകൃതിക്ഷോഭവും അതിൽ നിന്ന് അഭയം തേടുന്ന ഗ്രാമീണരുടെ പരിഭ്രമവും ചിത്രങ്ങളിൽ വ്യക്തമായി കാണാം. യമുനാ നദിയിലെ വിഷസർപ്പമായ കാളിയൻ്റെ ഭണത്തിന് മുകളിൽ കൃഷ്ണൻ നൃത്തം ചെയ്യുന്ന ചിത്രം ഭക്തിയും വീര്യവും ഒത്തുചേരുന്ന ഒന്നാണ്. കാളിയപത്നിമാർ കൃഷ്ണനോട് മാപ്പിരക്കുന്ന രംഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യമുനയിൽ കുളിക്കാനിറങ്ങിയ ഗോപികമാരുടെ വസ്ത്രങ്ങൾ കൃഷ്ണൻ എടുത്തുകൊണ്ടുപോയി മരത്തിന് മുകളിലിരിക്കുന്ന ലീലകൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇത് ഈശ്വരനും ആത്മാവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രതീകമായിട്ടാണ് ചിത്രകലയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഓരോ ലീലകളിലും കൃഷ്ണൻ്റെ മുഖത്തെ കുസൃതിയും ഭക്തരുടെ മുഖത്തെ വിസ്മയവും ചിത്രകാരന്മാർ സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത. ചുവർ ചിത്രങ്ങളാണെങ്കിലും അവയ്ക്ക് ഒരുതരം ആഴവും വ്യക്തതയും നൽകാൻ ചിത്രകാരന്മാർ ശ്രമിച്ചിട്ടുണ്ട്. കെട്ടിടങ്ങളുടെയും മനുഷ്യരൂപങ്ങളുടെയും അനുപാതങ്ങൾ വളരെ കൃത്യതയോടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.